രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ അച്ഛനു പോലും അംബേദ്കർ എഴുതിയ ഇന്ത്യയുടെ ഭരണഘടന മാറ്റാൻ കഴിയില്ലെന്നും മോദി ഭരണത്തിൽ തുടർന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വെറും നുണയാണെന്നും കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല. ബിജെപിക്ക് ഭരണഘടന മാറ്റാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി വെറുതെ ഭീതി പരത്തുകയാണ്. മുസ്ലിങ്ങളെ ബിജെപി ഇന്ത്യയിൽ നിന്നും ഓടിക്കുമെന്ന പ്രചരണവും വ്യാജമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത മോദിക്ക് ഇന്ത്യൻ ഭരണഘടന എങ്ങനെ മാറ്റാൻ കഴിയും? ബാബാ സാഹിബ് അംബേദ്കറെ ബഹുമാനിച്ചുകൊണ്ടുള്ളതാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളെല്ലാം. OBCയിൽ നിന്നുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്നിട്ടും എല്ലാവരും അദ്ദേഹത്തെ വളയുകയാണ്. ഞാൻ മോദിക്കൊപ്പം തന്നെ നിൽക്കും. എന്റെ സമുദായത്തിന് ആരെയാണ് ജയിപ്പിക്കേണ്ടതെന്ന് അറിയാം. അതിനാലാണ് പനവേലിൽ BJPയുടെ പ്രശാന്തിനെ 3ാം വട്ടവും ജയിപ്പിച്ചതെന്നും അത്തേവാല തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിട്ടില്ലെന്ന ആരോപണവുമായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2 ദിവസം മുൻപ് രംഗത്തു വന്നത്. മോദി ഭരണഘടന വായിച്ചിട്ടില്ല എന്നത് എനിക്ക് ഉറപ്പാണ്. ഈ പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ദിവസവും ചെയ്യുന്നത് എന്താണോ അത് ചെയ്യില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ദിന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ദളിതുകളുടെയും ആദിവാസികളുടെയും OBCകളുടെയും പാതയിൽ ഒരു മതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ആ മതിൽ മോദിയും RSSും ചേർന്ന് സിമന്റ് ചേർത്ത് ശക്തിപ്പെടുത്തുകയാണ്. UPA സർക്കാർ നടപ്പിലാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നിയമവും ഭക്ഷണത്തിനുള്ള അവകാശവും ഒക്കെ ഈ മതിലിനെ ദുർബലപ്പെടുത്താനുള്ള വഴികളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ഇതിനു മറുപടിയായി ഇന്ത്യയുടെ ഭരണഘടന അഭിമാനമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ആരുടെയും അധികാര പരിധിയിൽ കടന്നുകയറാതെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. ഭരണഘടനയെ തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടയിലും അഭിമാനകരമായ ഈ രേഖ തന്റെ സർക്കാരിന് വഴികാട്ടിയായി തുടരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു.